ഇവിടെ ആരും ഇല്ലേ? ശ്രീനിവാസനുണ്ടോ? എന്താ? നിങ്ങളാണോ ശ്രീനിവാസൻ? അല്ല, ഞാൻ അയാളുടെ അമ്മാവനാ. എന്താ കാര്യം? അയാൾക്കൊരു ടെലഗ്രാം ഉണ്ട്. ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങണം. എന്താ ശിവൻകുട്ടി? ചേച്ചി, ശ്രീനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കണം. മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റിന് ചെല്ലണം. ഹാവോ, എന്താ ഭഗവതി. എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങട്ടെ. ശിവൻകുട്ടി, ചേച്ചി, ശ്രീനി എവിടെ പോയി? കാലത്ത് ഇറങ്ങിയതാ. പക്ഷേ നീ ആ കളപ്പരലൊന്ന് നോക്ക്. ശരിയമ്മേ, അവിടെ കാണുമോ എന്തോ. ഇനി അങ്ങാടിയിലെങ്ങാനും. ചേച്ചി, ആ കുടഞ്ഞെടുത്തേ, ഞാൻ നോക്കിട്ട് വരാം. എന്താ കുഞ്ഞെ, ശ്രീനിയൻ ഇവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ, എന്താ കാര്യം? ശ്രീനിയന്റെ ജോലി കിട്ടി. എങ്ങോട്ടാ പ്രശ്നം സാറേ? ധൃതിയല്ലേ? ശ്രീനിക്ക് ജോലി കിട്ടി. ബിയാത്തു, എന്താ ഇത് ധൃതിപ്പെട്ട്? ശ്രീനി ഇങ്ങോട്ട് വന്നോ? രാവിലെ അവനും ഇവിടുത്തെ നാസറും കൂടി പോണതുണ്ടല്ലോ. എന്താ വിശേഷം? ശ്രീനിക്ക് ജോലി കിട്ടി, മറ്റന്നാ ചെല്ലണം. രക്ഷപ്പെട്ടു. ഇങ്ങനെ വിളി പഠിച്ചോ കേട്ടു. ഇന്ന് രാവിലെ ആ കമ്പിയും കൊണ്ട് ആള് വന്നത്. ഓ, ഭാഗ്യമായി. അല്ല, ശ്രീനിവാസന് ജോലി കിട്ടിയെന്ന് കേട്ടല്ലോ. അവൻ അന്വേഷിച്ചാ ഞാൻ ഇറങ്ങിയത്, കണ്ടായിരുന്നു? ആവണി പാടത്തിന് അവിടെ അങ്ങോട്ട് നാടമുണ്ടെന്ന് പറഞ്ഞു. തോൽവി, വീണ്ടും തോൽവി. ഇത്തവണ യുധിഷ്ഠിരൻ തോറ്റു. കളിക്കണം അമ്മാവ. അയ്യോ, ഇപ്പോൾ പഞ്ചപാണ്ഡവർക്ക് പുറമെ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന് പണയപ്പെട്ട് കഴിഞ്ഞു. കംപ്ലീറ്റ് സ്വത്തുക്കളും എല്ലാ സ്വത്തുക്കളും ഇനി എനിക്ക്. നീ എന്ത് പോക്കത്തോടെ പറഞ്ഞത്? ഞാനെന്ന് പറഞ്ഞു, നീ ആണ് ജോസഫ് പ്രകാശൻ ഇംഗ്ലീഷ് ഡയലോഗ് വാങ്ങിച്ചാൻ. അയ്യടാ, അതെനിക്കൊരു അബദ്ധം പറ്റിയ, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ. അഡ്ജസ്റ്റ് ചെയ്തില്ല. അടുത്ത രംഗം തുടങ്ങാറായി. ബാബാ, ഹലോ കലാപ്രേമികളെ, സഹൃദയരെ, അടുത്തൊരു രംഗത്തോടെ പഞ്ചമി തിയേറ്റേഴ്സ് കല്ലൂപ്പാറയുടെ പുണ്യപുരാണ നാടകമായ വസ്ത്രാക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന് സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: ദുര്യോധനൻ നാസർ അതിലുള്ള പറമ്പിൽ, ദുശാസനൻ പുന്നത്തോടിൽ മണിയമ്പിള്ള, ശകുനി വാസുദേവ് വാഗോളിത്താഴം, ധർമ്മപുത്രർ തൊടിയിൽ കൃഷ്ണൻകുട്ടി, അർജുനൻ പ്രദീപ് കുമാർ CM, പാഞ്ചാലി കുമാരി വിലാസനി. ഇനി ഈ നാടകത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കമ്പാട്ട്. ഈ നാടകത്തിന്റെ അവസാന രംഗം ആരംഭിക്കുകയാണ്. ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക. ദുര്യോധന ജ്യേഷ്ഠപുത്ര, നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ ഈ അടിമകളെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും അനി ദുശാസൻ, നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരൂ. ശ്രീനി, മൊത്തം 5 സാരിയേ ഉള്ളൂ. 4ാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടണം. ഏറ്റവും പറഞ്ഞില്ലേ, മൊത്തം 5 അല്ലെ 4 അഴിക്കുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും. ഏറ്റല്ലോ വേഗം ചെല്ല് ചെല്ല്. നീ ഞങ്ങളുടെ അടിമയാണ്. ഇവിടെ വരൂ. അടിമപ്പെണ്ണിന് മട്ടുടയാടുകൾ അഴിച്ചു മാറ്റൂ. ദുശാസന, ദുശാസന, എന്റെ രക്തം തിളയ്ക്കുന്നു. അമ്മാവനോ? അമ്മാവൻ ഞാൻ കയറാറായി. അമ്മാവന് മുമ്പിൽ നിന്ന് സുഖമായിട്ട് കാണാം. നാണം കെട്ടാൻ എന്നിട്ട് നാടകം നടക്കണം. അയ്യോ, വരുന്നു. സാരി അഴിക്കാൻ ഞാൻ കയറേണ്ട സമയമായി. കണ്ട പെണ്ണുങ്ങളുടെ സാരി അഴിക്കുന്നത് നിനക്കെന്താ കാര്യം? അയ്യോ,
ഞാൻ ചെന്നില്ലെങ്കിൽ സാരി അഴിയും. അഴിഞ്ഞ എല്ലാം പുറത്താവും. പുറത്താവട്ടെ, ആകെ ചളവും. ഇങ്ങോട്ട് വരാൻ സാരി അഴിക്കില്ലേ? ഇതൊന്നും കഴിഞ്ഞോട്ടെ. കൃഷ്ണനെവിടെ? കഴിഞ്ഞ തവണ നാടകം എന്ന് പറഞ്ഞു പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്? ഇല്ലേ? പിന്നെ നീ പോയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ വാക്കിന് അത്രേ നീ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് അല്ലേ? ആ, അതവിടെ നിൽക്കട്ടെ. മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റിന് ചെല്ലണം. എന്താ? അല്ല, പോലീസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചിലുണ്ടോ? നിന്റെ വിദ്യാഭ്യാസത്തിന് ഐജിയുടെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ഒരു ജോലി. പിന്നെന്തിനാ ടെസ്റ്റ് എഴുതിയത്? അത് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നാ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാലോ. ഈ ജന്മത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട. സ്വപ്രയത്നം കൊണ്ട് കിട്ടിയിട്ട് പോയാ മതി. സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടും. അമ്മാവന് അനുവാദം തന്നാ മതി. എന്താ അത്? പറ. KPSCയിലോ സൂര്യസോമയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പനിയിൽ ഒരു നടനായി ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല, അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ മനസ്സുകൊണ്ട് എനിക്കും അതാ താല്പര്യം. എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവുമെന്ന് കരുതണ്ട. നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ. എനിക്കെന്തെങ്കിലും പറ്റി വീണുപോയാ ഈ കുടുംബം നോക്കണ്ട നീയാ. നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോ. അമ്മേ, ശിവൻകുട്ടി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ. പിന്നെ വീടിനെയും വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. ചേട്ടാ, നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ. കൊപ്പട മീശയൊക്കെ വെച്ച് ശ്രീനി പോലീസ്. എനിക്ക് പറയാനൊരു ഗമയാ, ഒന്ന് സമ്മതിക്കേട്ടാ. ഒരുമാതിരി കിന്നാരവും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. ചൊറിഞ്ഞു കയറുന്നില്ല എനിക്ക്. ഓടിയോടുന്നു. ഓ, ഞാൻ പോവാ. എത്ര കാലമാടാ നമ്മൾ ഈ നാടകങ്ങളെ അഭ്യാസമായിട്ട് നടക്കുക? സകല ത്യാഗവും സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെ അല്ലേ? കൂട്ടത്തിൽ നീ എങ്കിലും രക്ഷപ്പെടുമെന്ന് പറയുമ്പോ മനസ്സിന് സന്തോഷമാടാ. ഞാൻ ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷനെ തിണ്ണ പോലും കണ്ടിട്ടില്ല. ചുമ്മാതാണെങ്കിലും കാക്കയാണ്ട എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാടാ? അതിപ്പോ പോലീസ് ചേരുന്നവരാരും മുമ്പാ പണി ചെയ്ത് ശീലമുള്ളവരൊന്നും അല്ലല്ലോ. അതൊക്കെ അങ്ങ് പരിചയമാവുന്നല്ലേ. എന്നാലും നിങ്ങൾക്കറിയില്ല എന്റെ മനസ്സിലുള്ള സ്വപ്നം. എടാ, നമ്മുടെ ഈ പഞ്ചമി ഒരു വലിയ നാടക കമ്പനി ആക്കുക. സ്വന്തം വണ്ടി, ഓഫീസ്, മാസത്തിൽ 30-40 കളി, അങ്ങനെ അങ്ങനെ. എടാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ. ഒരു കാലത്തും നടക്കത്തില്ല. എടാ, ഒരു പോലീസുകാരനാകാന്ന് പറഞ്ഞാൽ നീ കരുതുന്നവർ അത്ര മോശമല്ല. പ്രൊമോഷൻ എല്ലാം കിട്ടി ഒരു കാലത്ത് SI ആവൂടെ. ആവനാഴിയില് മമ്മൂട്ടി ചെത്തിയ മാതിരി ചെത്താളിയാ. എന്റെ പൊന്ന് ശ്രീനി, നീ ഒന്ന് കയറി കൂടിയാ നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. ഇന്നലെ കല്ലെറിഞ്ഞതാ ചന്ദ്രപ്പനും കൂട്ടരുമല്ലേ? അവരെ എല്ലാം നമുക്കൊരു ദിവസം സ്റ്റാൻഡിൽ പിടിച്ചുകൂടെ? പിന്നെ അത് ഈസിയാണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഉമ്മാരെ ലോക്കപ്പിലാക്കണം. എന്നിട്ട് വൃത്തിയായിട്ട് 4 പൂശങ്ങ് പൂശണം. പോസ്റ്റിംഗ് ഇവിടെ തന്നെ കിട്ടൂടാ. നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നുന്നു എല്ലാം അങ്ങ് തീരുമാനിച്ചെന്ന്. എടാ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ നിർബന്ധിക്കൂ. അതങ്ങ് ഉറപ്പിക്കും. അതേടാ. എടാ, സമ്മതിക്കേ. ഓ, ചെലക്കാതെ സമ്മതിച്ചു. പോലീസ് എങ്കിൽ പോലീസ്. ബാഗ് പറ്റേ കയറിക്കും. എഴുതണേ. ഓ, അതിന് അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ. ഒരു 2 മണിക്കൂർ കൊണ്ട് ചെല്ലാവുന്ന സ്ഥലമല്ലേ ഉള്ളൂ. ശനി അങ്ങനെ പറഞ്ഞേക്കല്ലേ. അയ്യാ, കലക്കേക്കണേ. അല്ല, പുത്തൻചെറിയിൽ നിന്ന് വരുന്ന പുത്തൻചെറിയിൽ നിന്ന് വരുന്ന ബോട്ടാണ് വന്നത്. അതെ. ഓ, ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല. എന്തോ ചെയ്യും? ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മാവാ? എമ്പോക്കി അമ്മാവൻ നിന്റെ മറ്റവനാ. ഓരോരുത്തൻ വരും അമ്മാവൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട്. എവിടെ നിന്ന് കെട്ടിയെടുത്തടാ? എന്തിനാ ശാനെ അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത്? അല്ല, ഞാൻ അമ്മാവാന്ന്. മാധവൻ ചേട്ടന്റെ ഇരട്ട പേരാത്. അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ. ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അല്ല, എങ്ങോട്ടാ? അല്ല, ഈ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ മതി, ബോർഡ് കാണാം.
എന്റെ ദൈവങ്ങളെ, കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ. നിർബന്ധമാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം. സാറേ ഒരാൾ വന്നിരിക്കണം. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഏത് പുലിവാലാണാവോ? ഇതാ വരണു. എന്റെ ഭഗവാനെ. നമസ്കാരം സാർ. അതവിടെ നിൽക്കട്ടെ, കാര്യം പറ. ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ? അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ. അതല്ല സാർ. ആ, പരാതി എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണല്ലേ. മര്യാദക്കാരനാണല്ലോ താൻ. ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ. ഇങ്ങോട്ട് തന്നെ. പരാതിയല്ല സാർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ. ഓ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഞാൻ പരമേശ്വരൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ്. വരണം. മൊയ്തീൻ നമ്പ്യാരെ, ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ. പേരെന്താ പറഞ്ഞത്? ശ്രീനിവാസൻ. ഞാൻ മൊയ്തീൻ. സ്ഥലം എവിടെ? കല്ലൂപ്പാറ. അപ്പൊ കുറുപ്പിന്റെ ഭാര്യ വീടിന്റെ അടുത്താണല്ലോ. ആ, ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നേ. ആഹാ. അയ്യോ, നമ്മുടെ SI കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട്. ശ്രീനിവാസ, ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. അതിന്റെ മോനെ, നിന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ? എന്റെ അടുത്ത് എപ്പിടി കാണിക്കുന്നത്? എന്താണ് നീ രായപ്പന്റെ അടുത്ത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല സാർ. എന്താ നീ പറഞ്ഞ എനിക്കറിയാടാ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്ന്. അയ്യോ, ഒന്ന് പിടിച്ചേ. മൊയ്തീനെ നമ്പ്യാരെ, ഇത്തിരി വെള്ളം കൂടെ എടുത്തേ. ഇത്തിരി വെള്ളം കൂടെ എടുക്കണോ. ആരോടാ നായര്? പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഭേദം ചെയ്യാനായിട്ട് തല ഇറങ്ങിയതാവും. ശീലം ഉണ്ടാവില്ല. ഗ്യാസ് പോയോ? അയ്യോ. ആ, വഴിതെറ്റി കയറിയാണോ? അല്ല സാർ. പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാമെന്ന്. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ആ, ശരി ശരി, നടക്കട്ടെ. എടോ നായരെ, സാർ. ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽറ്റ് ഇഷ്യൂ ചെയ്തേരെ. ഓ. നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ. പത്ത് 30 വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നങ്ങോട്ട് ഇറങ്ങാം. ഭഗവാനേ, ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ആ, ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ SI കരിമ്പാറ മാത്തൻ. ഈ കരിമ്പാറ എന്നുള്ള അയാളുടെ വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്ന. ആ, അതൊരു ജന്മം. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ. മനസ്സിലായോ? ആ, അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും 2-2.5 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. ആ, നടന്നോ, സമയം കളയണ്ട. ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നല്ല. എല്ലാ അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഹലോ ഹലോ ഹലോ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ ഹലോ, കുറവന്തോട് പോലീസ് സ്റ്റേഷനല്ലേ? ഇത് വടക്കേക്കരയാ. അളിയനല്ലേ? ഇത് മൊയ്തീനാ. നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് വരണം. വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ, മറക്കരുത്. ശരി, ഓവർ ഓവർ. ശ്രീനിവാസ, ആ, റൈഫിൾ സെന്റർ ഡ്യൂട്ടി ഉണ്ട്. മനസ്സിലായില്ലേ? മുന്നിൽ പാറാൻ വെക്കുക. ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സാർ. ആ, റൈഫിൾ മേടിച്ചോളൂ. എന്താ കുട്ടി? കുട്ടിയോ? കൈയെടുത്തേ. എങ്ങോട്ട് പോവാ? ഇത് പോലീസ് സ്റ്റേഷനാ. ആഹാ,
എന്നാ ഞാൻ ഇതിന്റെ ആകെ ഒന്ന് കയറി കണ്ടോട്ടെ. കേറി കാണാനോ? കേറി കാണാൻ എന്താ കാഴ്ചമംഗളാവാ? ആ നിങ്ങളെ നെൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. കൈയെടുത്തേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാ? പറ്റില്ല എന്ന് ഭയങ്കര ശല്യമായിരിക്കും. എന്താ എന്താ സാർ ഈ കുട്ടി അതെ എന്റെ മോളാ എന്താ? ഒന്നുമില്ല സാർ. ഈയടാ എന്റെ മോൻ ധരിക്കണ എന്റെ ചന്ദ്രിക നിനക്ക് ഇത്ര അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ണുന്നെങ്കിൽ ഉണ്ണാൻ നോക്ക്. എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളൂ. ഏതാ ചാക്കോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ? ശ്രീനിവാസ ആ താനിവിടെ ഇരി. അയ്യോ വേണ്ട സാർ, ഞാൻ ആ മാധവപിള്ളയുടെ കടയിൽ നിന്ന്. താൻ ആ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ് മോളെ ആ പ്ലേറ്റും കൂടെ എടുത്തേ. സാർ മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെ ധാരാളല്ലേ. ഏതിനാ പഠിക്കുന്നത്? ടൈപ്പ്. ഹയർന. അത് പിന്നെ വലിയ കാര്യല്ലേ. അച്ഛാ ആ വിളമ്പ് വിളമ്പ്. അയ്യോ അതാ ജീപ്പ് വരുന്നു. ഞാൻ പോവാ. അവിടെ കയറി. എന്താ ഇത്? അച്ഛന് അച്ഛന് ഊണ്. ആ പോ. ഏ രാവിലെ കഞ്ഞിയാണോ കുടിച്ചേ? ഇല്ല സാർ, പുട്ടും കറില്ല. ഒന്ന് ചോണയായിട്ട് നിൽക്കണോ? ഓടോടുന്നു. വാടോ എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സാർ. ആ ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയില്ല. ആഹാ അവിടെ വലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഹോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തോ ഒരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. അല്ല ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ ആ, വീടാണെങ്കിൽ മതി 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 നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ അയ്യോ എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരാണ് ഈ പണിയെടുക്കണ്ടേ. ഓ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ ഒന്നകത്തേക്ക് പോണായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസിൽ ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി. നമസ്കാരം സാർ. ആ രായപ്പനെ പോന്നു. കുറച്ചു നേരമായി സാർ. ആ വാ. എന്താണോ തല്ലും പിടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? തുഴ വെച്ചാ സാർ. സാർ ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. ആ വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. ആ രായപ്പനെ ഇട്ടോട്. രായപ്പാ അരമുറി. ഓ എന്താടോ? ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അവിടെ നിന്ന് എന്നാ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. ആ വൈകിട്ടാണോ സാർ? ശരി. എടോ ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കൊലയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും.
ആ എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ഈ ചാക്ക് കെട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ഛീ! ഏ? ചേട്ടാ ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് താ നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവള് എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരത്തമാർ ഇറങ്ങിക്കോളൂ ചാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നത്. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? നന്നായിട്ട് സാറേ. എസ് ഐ സാർ നന്നായിച്ചാ. ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്നാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. വന്നേ. അയ്യോ എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂന്നേ. വിട്. അയ്യോ എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളി പദം വല്ലതറിയോ? ഏയ് ഇല്ല. പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക എന്നാ ഞാനേ കൊണ്ട് നന്ദി. സാറേ. ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തൊരു പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ. വികൃതം, ഗോഷ്ടി. സാറേ ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ടില്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം? താരാട്ട് പറഞ്ഞോ? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് കിടന്നോളാൻ എസ് ഐ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോ 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 പോ. എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട. കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ? തനിക്ക് ഈ മുഖം ചേരുന്നില്ല. ഓ ഞാൻ സഹിച്ചോളാം. മാറി. എനിക്കറിയാം എന്താ കാരണം. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം. എസ് ഐ സാർ ചാക്കേട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ. എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്രക്കാരിയാണെന്ന്. എന്തിനാ ഈ എസ് ഐ പറയുന്നതെല്ലാം ചെയ്യാൻ പോകുന്നേ? പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥയെ, മേലുദ്യോഗസ്ഥനല്ലേ. ഓ അത്രയല്ലേ ഉള്ളൂ. അയാളുടെ വീട്ടുവേലക്കാരനൊന്നും അല്ലല്ലോ. അത് ശരിയാണ്. പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. സാറിലെ കട നോക്കാൻ വന്നേ? മാധവൻപിള്ള. അതെ, മണി 8 ആയത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിലോട്ട് നിൽക്കായിരുന്നു. വന്നോട്ടെ വന്നോട്ടെ. മുറിയുടെ കാര്യമൊക്കെ ഓഫീസ് പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വേണ്ട. മുറിയുടെ കൂടെ തന്നെ ഒക്കെ ഉണ്ട്. സാർ ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാ കൊള്ളാം. കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ആ ഇതാണ് കട. പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറകിലൊരു ചായപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി അമ്മാവോ? അമ്മാവൻ നിന്റെ അമ്മയുടെ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല. ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ.